പിന്നെ ഷൂ വെക്കുന്ന സമയത്ത് ഷൂവിൻ്റെ ലേസ് കെട്ടുകയാണെങ്കിൽ വലത്തേ കാല് മുന്നോട്ട് വെച്ചിട്ട് കെട്ടും, അല്ലെങ്കിൽ ഇടത്തേ കാല്. ഓരോരുത്തർക്കും ഓരോ വിധമാണ്. ചിലപ്പോൾ സാധനങ്ങൾ വെക്കുന്നതാണെങ്കിൽ ഇടത് കൈ കൊണ്ട് വെക്കുന്നവർ, വലത് കൈ കൊണ്ട് വെക്കുന്നവർ. അവരുടെ ശീലം എന്താണോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശീലത്തിനെ മാറ്റിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കൈയും എപ്പോഴും വലത് കൈയിലാണ് വാച്ച് കെട്ടുക. അപ്പോൾ വലത് കൈയിൽ വാച്ച് കെട്ടുന്നതിന് പർപ്പസ്ഫുള്ളി ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ വലത് കൈമ വാച്ച് കെട്ടില്ല, വലത് കൈമിലല്ല എന്ന് കെട്ടുന്നത്, ഇടത് കൈമിലാണ് കെട്ടുന്നത് എന്ന് വിചാരിച്ച് വാച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. അതേപോലെ ചില സാധനം കൊണ്ട് വെക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ഇന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുള്ളതായിട്ടുള്ള ഓർമ്മയോട് കൂടി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ അലർട്ടായി ആ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. ഷൂ ലേസ് കെട്ടുന്നത് വലത്തേ കാലിന് പകരം ഇടത്തേ കാലാണെങ്കിൽ സ്ഥിരമായിട്ട് വലത്തേ കാല് വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇടത്തേ കാല് വെക്കണം എന്നൊക്കെ വിചാരിക്കും, എന്നാലും വലത്തേ കാലാണ് വെച്ച് പോവുക. അപ്പോൾ എന്ത് ചെയ്യും? ഒറ്റ കണ്ടീഷൻ, ഓർക്കുന്ന സമയത്ത് വലത്തേ കാലിനെ മാറ്റി ഇടത്തേ കാല് വെച്ചിട്ട് കെട്ടുക. 2-3 ദിവസം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തേ കാല് വെച്ചിട്ട് കെട്ടുക എന്നുള്ളത് ഒരു ശീലമാവും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇടത്തേ കാലിൻ്റെ സ്വഭാവം ഒഴിവാക്കി വലത്തേ കാലിലേക്ക് മാറ്റുക. എന്നുവെച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പെൻ വെക്കുന്നതാവാം, മൊബൈൽ വെക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ പൈസ സൂക്ഷിക്കുന്നതാവാം, പേഴ്സ് വെക്കുന്നതാവാം, ഷൂ ലേസ് കെട്ടുന്നതാവാം, ഷർട്ടിൻ്റെ കുക്കിടുന്ന വിധിയായിരിക്കാം. അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് അറിയാതെ നമ്മളുള്ളിൽ ഡെവലപ്പ് ചെയ്തു പോയതായിരിക്കുന്ന കുറേ സ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവങ്ങളതായിട്ടുള്ള ഒരു ചേഞ്ച്.